ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റവ കൊണ്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി 2 സ്നാക്കുകളാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 250 ml കപ്പിൽ 1 കപ്പ് റവ എടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. റവ എത്ര പൊടിച്ചെടുത്താലും ചെറിയൊരു തരി ഉണ്ടാകും, അത് കുഴപ്പമില്ല. അപ്പോൾ വറുത്തതോ വറുക്കാത്തതോ ആയ റവ, ഏത് റവ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളകൊന്ന് പൊടിച്ചതും കൂടെ ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിൽ ഒരല്പം ലൂസാക്കിയിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. നമ്മളിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഒന്നും കൂടെ റവ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ടൈറ്റായിട്ട് വരും. അപ്പോൾ ഒരല്പം ലൂസിൽ വേണം കുഴച്ച് വെക്കാൻ കേട്ടോ. എന്നാലും ഒരുപാട് ലൂസായി പോകരുത്. അപ്പോൾ ചെറിയൊരു ലൂസ്, ആ ഒരു രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ. ഒന്നായിട്ട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ അത് ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, അത്യാവശ്യം നല്ല ലൂസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നല്ല അയഞ്ഞ പരുവമാണ് ഇരിക്കുന്നത്. ഇപ്പം നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോക്കാം. ഇത് ഒന്ന് ടൈറ്റായി വന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ വിരലോട് തൊടുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വരുന്ന ഞാൻ ഓയിലാണ് എടുക്കുന്നത്. ഓയിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഓയിലാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയും ഉപയോഗിക്കാം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. മാവിൻ്റെ അപ്പുറവും ഇപ്പുറവും കുറച്ച് എണ്ണയാക്കിയതിന് ശേഷം നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് പരത്തിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇതേപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലും കുറച്ചുകൂടി കനം കുറച്ചിട്ട് വേണമെങ്കിലും പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കാൻ സുഖമാണ്. തീരെ കട്ടിയില്ലാതെ നമുക്കിത് പരത്തി റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതേപോലെ ഒന്നുകൂടെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് റൗണ്ട് ഷേപ്പിലോ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന, ഒരു ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു സിമ്പിൾ സ്നാക്കാണ് ഇത്. നമുക്ക് കുറേ ദിവസം വരെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കുറച്ചധികം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പാത്രത്തിൽ എയർ ടൈറ്റായ ഒരു കണ്ടെയ്നറിൽ ഒരു പാത്രത്തിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചായക്കൊപ്പമൊക്കെ നമുക്ക് ഏത് സമയത്തും എടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ കുറേ ദിവസം ഇത് നമുക്ക് സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിനേലും ഒരല്പം കൂടെ കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലും വെച്ച് ഫ്രൈ ചെയ്യരുത്. പെട്ടെന്ന് നമുക്കിത് റെഡിയായി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ പൊങ്ങി വരും. ആ സമയത്ത് നമുക്കിതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചൊന്ന് മറിച്ചുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാ ഭാഗവും ആയിട്ടുണ്ട്. നമുക്കിത് കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. കണ്ടോ, മുഴുവനും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നല്ല ടേസ്റ്റിയാണ്. ചെറിയൊരു എരിവും ഒക്കെ ഉണ്ട്. അപ്പോൾ എരിവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മുളക് പൊടിയോ കുരുമുളകിൻ്റെയൊക്കെ അളവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ചായക്കൊപ്പമൊക്കെ നല്ല കോമ്പിനേഷനാണ്. അടുത്ത റെസിപ്പി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് 3/4 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് റവയുടെ അതേ അളവിൽ തന്നെ 3/4 കപ്പ് തൈരും എടുത്തിട്ടുണ്ട്. ഒരുപാട് പുളിയില്ലാത്ത തൈര് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഒരുപാട് പുളിയുള്ള തൈരാണെങ്കിൽ ഒരല്പം തൈരിൻ്റെ അളവൊന്ന് കുറച്ച് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഒരല്പം വെള്ളം ചേർത്താലും മതിയാകും. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ഇത് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ റവ ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കാം, റവ ഒന്നും കൂടി ഒന്ന് ടൈറ്റായിട്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. കണ്ടോ, കയ്യിലിങ്ങനെ എടുത്ത് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് സവാളയാണ്. ഞാനൊരു മീഡിയം സൈസ് സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 2 തണ്ട് കറിവേപ്പില ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എരിവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനൊരു 2 പിഞ്ചോളം വരുന്ന ചെറിയ ജീരകം, അതായത് നല്ല ജീരകവും ഒരല്പം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരല്പം ചൂടായിക്കൊണ്ടിരിക്കുന്ന ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓയിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സ്നാക്ക് നല്ല ക്രിസ്പിയായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഓയിൽ ചേർക്കുന്നത്. അപ്പോൾ ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യും യൂസ് ചെയ്യാം. അപ്പോൾ നെയ്യ് യൂസ് ചെയ്യുമ്പോൾ ചൂട് നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ കുപ്പിയിൽ നിന്നൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഓയിലോ വെളിച്ചെണ്ണയോ ആണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ, അപ്പോൾ ഒന്ന് ചൂടാകുന്ന നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുത്തൊന്ന് കൈകൊണ്ട് ഇതേപോലെ ഒന്ന് കുഴച്ച് റെഡിയാക്കിയാൽ മതി. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആട്ടോ ഈ ഒരു സ്നാക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വീതിയിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതും നമുക്കൊരു ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. ഈ 2 സ്നാക്കും ചൂട് ചായക്കൊപ്പമൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഈ 2 സ്നാക്കും നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കൊണ്ടു. ഇപ്പോൾ ആദ്യം ഇട്ടത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ ഈ 2 സ്നാക്കിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമായതെന്നുള്ളത് കമൻറ്റ് ചെയ്യുകൊണ്ടു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ നിന്ന് നിങ്ങൾ ഏത് തരത്തിലുള്ള റെസിപ്പീസാണ് ആഗ്രഹിക്കുന്നതെന്നുള്ളത് അതിൻ്റെ കൂടി ഒരു കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതുകൂടി ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. നമുക്ക് ബാക്കിയുള്ളതും അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് സമയമൊന്നും ഇത് ഫ്രൈ ചെയ്യാനായിട്ട് വേണ്ട, പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നതാണ്. വളരെ ചെറിയ ഇതായിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഒരു പക്കോടയുടെയൊക്കെ പോലെ ചെറുതായിട്ടാണ് റെഡിയാക്കുന്നത്. ഒരുപാട് ഇൻഗ്രീഡിയൻസും ഒന്നും വേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.